മാധ്യമപ്രവർത്തകൻ രവി നായരുടെ ദില്ലിയിലെയും കേരളത്തിലെയും വീടുകളിൽ റെയ്ഡ്. രവി നായരുടെ മകന്റെയും സുഹൃത്തിന്റെയും ഗാഡ്ജറ്റുകൾ ഗുജറാത്ത് പോലീസ് പിടിച്ചെടുത്തു. അദാനി ഗ്രൂപ്പിന്റെ പരാതിയിലാണ് പോലീസിന്റെ നടപടി. അദാനി ഗ്രൂപ്പിനെതിരെ രവി നായർ വാർത്ത നൽകിയിരുന്നു. റെയ്ഡിനെതിരെ ഇന്ന് സുപ്രീം കോടതിയിൽ ഹർജി നൽകും. ആദിൽ പാലോടുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് ആദിൽ. എന്താണ് ഈ റെയ്ഡിന് പിന്നിൽ? ഇപ്പോൾ മനസ്സിലാക്കുന്ന അദാനി ഗ്രൂപ്പിന്റെ പരാതിയിൽ എന്നുള്ളതാണ്. എന്താണ് വിശദാംശങ്ങൾ? ഗുജറാത്ത് ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. രവി നായർ മാധ്യമപ്രവർത്തകനാണ്. വാഷിംഗ്ടൺ പോസ്റ്റിൽ അദാനി പോർട്സിനെതിരായ ഒരു വാർത്ത നേരത്തെ നൽകിയിരുന്നു. സ്ഥിരമായി അദാനി പോർട്സിനെതിരായ കണ്ടെത്തലുകളൊക്കെ പുറത്തുവിടുന്ന മാധ്യമപ്രവർത്തകനാണ് രവി നായർ. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ദില്ലിയിലെയും ഒപ്പം കേരളത്തിലെയും വീടുകളിൽ ഇന്നലെ വൈകുന്നേരത്തോടെ റെയ്ഡിനായി ഗുജറാത്ത് പോലീസ് എത്തിയത്. ഗുജറാത്ത് ക്രൈംബ്രാഞ്ച് സംഘമാണ് എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. LIC നമുക്കറിയാം, പൊതുമേഖലാ സ്ഥാപനം അദാനി ഗ്രൂപ്പിൽ വൻതുക നിക്ഷേപിക്കാൻ നീക്കം നടത്തുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം എന്ന വാർത്തയാണ് ഈ കേസിന്റെ പ്രധാനപ്പെട്ട ആധാരം എന്നാണ് കാണുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില നടപടികൾ ഉണ്ടായിരുന്നു. ഈ കേസ് പിൻവലിക്കണം, ആ കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു രവി നായർ. ഈ കേസിലാണ് ഇപ്പോൾ പരിശോധനയുമായി മുന്നോട്ട് വരുന്നത് ഗുജറാത്ത് പോലീസ്. അദാനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്, മാനനഷ്ട കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിയമ നടപടി തുടരുന്നത്. രവി നായരുടെ ദില്ലിയിലെയും കേരളത്തിലെയും വസതികളിൽ പോലീസിന്റെ റെയ്ഡ് ഉണ്ടായിരുന്നു. ഈ റെയ്ഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രവി നായരുടെ മൊബൈൽ ഫോണും മറ്റു കാര്യങ്ങളും പിടിച്ചെടുത്തു. ഇതിനൊപ്പം തന്നെ രവി നായരുടെ മകന്റെയും സുഹൃത്തിന്റെയും ഗാഡ്ജറ്റുകൾ കൂടി ഗുജറാത്ത് പോലീസ് പിടിച്ചെടുത്തു എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, റെയ്ഡുമായി ബന്ധപ്പെട്ട് ഈ മനുഷ്യാവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് കാട്ടി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. സുപ്രീം കോടതിയിൽ ഇന്ന് ഈ ഗാഡ്ജറ്റ് പിടിച്ചെടുക്കപ്പെട്ട സുഹൃത്ത് ഇന്ന് ഹർജി നൽകും എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ഏതായാലും മാധ്യമ പ്രവർത്തനത്തിനു മേലുള്ള കടന്നുകയറ്റമാണ്, അധികാര ദുർവിനിയോഗമാണ് നടക്കുന്നത് എന്ന വിമർശനം മാധ്യമ മേഖലയിൽ നിന്ന് ദേശീയ തലത്തിൽ വലിയ തോതിൽ ഉയരുകയാണ്. രവി നായർക്ക് നേരത്തെ അദാനി ഗ്രൂപ്പിനെതിരെ മാനനഷ്ടം നടത്തി എന്ന പേരിൽ മറ്റൊരു കേസുണ്ടായിരുന്നു. അതിൽ 1 വർഷം തടവിന് വിധിക്കുകയും ഒക്കെ ചെയ്ത കേസുണ്ടായിരുന്നു. വിവാദമായ കേസാണ്. ഇത് LIC അദാനി ഗ്രൂപ്പിൽ നിക്ഷേപിക്കാൻ ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന് വാഷിംഗ്ടൺ പോസ്റ്റിലൂടെ വാർത്ത എഴുതിയ ആളാണ് രവി നായർ. രവി നായരുടെ ദില്ലിയിലെയും കേരളത്തിലെയും വസതികളിലാണ് റെയ്ഡ് നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെ ഇന്ന് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. വാർത്ത നൽകിയതിന്റെ പേരിലാണ് ഈ റെയ്ഡ് എന്നുള്ളതാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം എന്നുള്ള ആരോപണം തന്നെ ഇതിനകം, വിമർശനം തന്നെ ഇതിനകം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.